മരണാനന്തര ജീവിതത്തിൽ അള്ളാനെ നമ്മൾ കണ്ടുമുട്ടുന്ന അവിടെ വിചാരണയുണ്ട് എന്നാണ്. ആ വിചാരണയിൽ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും പ്രമാണത്തെ അവലംബിക്കണമെന്ന കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അവിടെ വലത് കൈയിൽ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, വലതേ കൈയിലും ഇടത്തെ കൈയിലും ഗ്രന്ഥം നൽകപ്പെടും. അവിടെ ദുഃഖിക്കാതിരിക്കാൻ, അവിടെ ബേജാറാകാതിരിക്കാൻ. എന്തോ ഒരു കിതാബാണിത്. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. എന്തോ ഒരു കിതാബാണിത്. ചെറുതും വലുതുമായ സകലമാന കാര്യങ്ങളും രേഖപ്പെടുത്തിയ കിതാബ്. 18-ാം അധ്യായം 49-ാമത്തെ വചനമാണ്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ. 10-ാം അധ്യായം 13-14 വചനം. വായിക്ക് നീ നിന്റെ കിതാബ് എന്ന് പറയുന്ന അതിദയനീയമായ ഒരു ലോകം വരാനുണ്ട്. അവിടെ രക്ഷപ്പെടണം. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ വരും വൈമിൻകും മില്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ എന്നല്ല പറഞ്ഞത്. നിങ്ങളെ ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളും തന്നെ ഇല്ല. അവിടെ വരും നിങ്ങൾ. അത് ഖണ്ഡിതമായി തീരുമാനിക്കപ്പെട്ടതാണ്. അവിടെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുമ്പോ സ്വർഗാവകാശികളാവുക എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അന്നാര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും അന്നാര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അതാണ് വിജയം. ആ വിജയത്തിന് വേണ്ടിയാണ് ഈ സമ്മേളനം. ആ മരിച്ചു പിരിയുന്ന സമയത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന സൂറത്ത് ഫജ്റിൽ പറഞ്ഞ 27 മുതൽ 30 വരെയുള്ള വചനം, സമാധാനത്തോടെ സ്വർഗത്തിലെത്താൻ, അല്ലാഹുവിന്റെ അടിമകളുടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ. വസാരിയു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, വന്നോളൂ, പാപമോചനത്തിലേക്ക് വന്നോളൂ, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് വന്നോളൂ. സൂറത്ത് ആൽ ഇംറാൻ 133-ാമത്തെ വചനം. ആ സ്വർഗമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സ്വർഗത്തിലെത്താനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. കൂടുതൽ പ്രമാണത്തോട് കൂറുപുലർത്തി ആ പ്രമാണത്തെ പഠിച്ച് അപഗ്രഥിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. നാഥ, ഈ പച്ച യാഥാർത്ഥ്യം ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷി, ഈ സദസ്സാക്ഷി, ഈ അന്തരീക്ഷം സാക്ഷി.